ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് സെക്കൻഡ് ചാപ്റ്ററാണ്. നമ്മുടെ ബിസിനസ് റിസർച്ച് മെത്തേഡ് സബ്ജക്റ്റിൽ ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ, ഷോർട്ടസ്റ്റ് ചാപ്റ്റർ വേണമെങ്കിൽ ഞാൻ പറയാം. അതേപോലെ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്റർ കൂടിയാണ് ഈ പറഞ്ഞ എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോകുന്നതായിട്ട് മുന്നേ തന്നെ ആ ഒരു പർട്ടിക്കുലർ റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുക, ഒരു പ്രിലിമിനറി സ്റ്റഡി നടത്തുക. ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് തിയറീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് മുന്നേ ആരെങ്കിലും ഇതേ ടോപ്പിക്ക് റിസർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ അനാലിസിസ് എന്താണ്, ഇതിനെക്കുറിച്ച് നമുക്ക് പുതിയ നോളേജ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള നോളേജ് ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള നോളേജ് അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് ഈ പറഞ്ഞ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് മുന്നേ തന്നെ നമ്മൾ റിസർച്ച് ഡിസൈൻ, അതായത് അതിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് മുന്നേ തന്നെ റിസർച്ച് ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യും, അതായത് ഒരു പ്രിലിമിനറി സ്റ്റഡി അബൌട്ട് ദ ടോപ്പിക്, സോ ദാറ്റ് നമുക്ക് ഒരുവിധം ബേസിക് നോളജ്, ബേസിക് ഐഡിയാസ് നമുക്ക് ലഭിക്കും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. It is the process of discussing a business problem with informed sources such as industry analysts, consultants, customers, and examining secondary sources of data. The main objective is the discovery of new ideas and insights. Exploratory research can be used to generate new products. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഹർത്താൽ ഉണ്ടാകുന്നു, സ്ട്രൈക്ക് ഉണ്ടാകുന്നു എംപ്ലോയീസ്. അപ്പോൾ നമ്മുടെ റിസർച്ച് ടോപ്പിക്കൽ നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ വരുന്നത്, എന്തുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹർത്താൽ അല്ലെങ്കിൽ സ്ട്രൈക്ക് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതാണ് നമ്മുടെ റിസർച്ച് ടോപ്പിക്. അപ്പോൾ നമ്മൾ റിസർച്ച് മെത്തേഡും അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ ഈ പർട്ടിക്കുലർ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ട് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നോളജ്, ബേസിക് നോളജ് ആദ്യം തന്നെ ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കുകയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ എംപ്ലോയീസിൻ്റെ അടുത്ത് തന്നെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസേഴ്സിൻ്റെ അടുത്ത് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ മീഡിയ ചാനൽസിൽ എന്തൊക്കെയാണ് പറയുന്നത്, അതല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്നിവയുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ കുറിച്ച് കൂടുതൽ അറിവ് നേടുക, കൂടുതൽ നോളേജ് നേടുക. ഇപ്പോൾ എന്ത് കാര്യം വേണമെങ്കിൽ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ഏതെങ്കിലും പർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്, എന്ത് ടോപ്പിക് വേണേൽ ആയിക്കോട്ടെ, ആ ടോപ്പിക്കിനെ കുറിച്ച് ആ കൂടുതൽ അറിവ് നേടാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് തിയറീസ് വായിക്കുക നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓരോ സ്കോളേഴ്സും പറഞ്ഞിട്ടുള്ള ഓരോ കൈൻഡ് ഓഫ് തിയറീസ് നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി നോളേജ് ഗ്യാദർ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഇൻഫോർമേഷൻ നമുക്ക് ഗ്യാദർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ആ ടോപ്പിക്ക്, എന്തുകൊണ്ടാണ് ഉണ്ടായത്, എന്താണ് അതിൻ്റെ ബേസിക് അടിസ്ഥാനം എന്നിവയൊക്കെ നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണെങ്കിൽ നമുക്കതിൽ ഫോർമുല നമുക്കറിയാം. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്കിൽ ബെറ്റർ ആവണമെങ്കിൽ അതേ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കണോ അത്രയും നിങ്ങൾ ബെറ്റർ ആകുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത്രയും നോളജ് നിങ്ങൾക്ക്, അത്രയും ഐഡിയാസ് നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലോട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അത് തന്നെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് വീണ്ടും മനസ്സിലാക്കുക, വീണ്ടും അറിവ് നേടുക, വീണ്ടും എക്സ്പ്ലോർ ചെയ്യുക. എന്തിനു വേണ്ടി? കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി, ബേസിക് നോളേജ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി. ഇതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. എക്സ്പ്ലോറേറ്ററി റിസർച്ചേഴ്സ് are not typically used only for decision making itself, but they can also provide important insights into a given situation. എക്സ്പ്ലോറേറ്ററി റിസർച്ച് കൊണ്ട് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു പോളിസി ക്രിയേഷനിൽ മാത്രം ഒതുങ്ങി പോകുന്നതല്ല എക്സ്പ്ലോറേറ്ററി റിസർച്ചിന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ, ആ ബേസിക് നോളജ് ആ ഒരു പോളിസി ഡിസിഷൻ മേക്കിങ്ങിൽ മാത്രം ഒതുങ്ങി പോകുന്നതല്ല. പകരം പുതിയ ഐഡിയാസിൽ പുതിയ കോൺസെപ്റ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, പുതിയ തിയറീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം യൂസസ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് വെൻ ദ റിസൾട്ട്സ് ആർ നോട്ട് ഒബ്റ്റെയിൻഡ് ഓൺ ഒബ്സർവേഷൻ ബേസിസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്,
ഇപ്പോഴത്തെ ജനറേഷൻ വേർഡിൽ പറയുകയാണെങ്കിൽ ട്രിപ്പ്, ഒരു ടൂർ പോവുകയാണെന്ന് വെച്ചാൽ എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലം, പുതിയ സ്ഥലമാണ്, അങ്ങോട്ട് നമ്മൾ ട്രിപ്പ് പോകുന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനെ ബേസ് ചെയ്തിട്ട് എത്ര കിലോമീറ്റേഴ്സ് വരുന്നുണ്ട്, ഏകദേശം എത്ര പെട്രോൾ വരും എന്നിവയൊക്കെ നമ്മളൊക്കെ എന്തായാലും നമ്മളൊന്ന് അനലൈസ് നടത്തും. നമ്മളത് മാത്രമല്ല ചെയ്യുക, പകരം നമ്മൾ അവിടെ പോയിട്ടുള്ള ആരെങ്കിലും നമുക്കറിയാമെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കും. യൂട്യൂബിൽ വേണ്ടി കയറും, അവിടെ അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചാനലുണ്ടോ, യൂട്യൂബ് ട്രാവൽ ഡെസ്റ്റിനേഷൻ ചാനൽസിൽ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ, അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കരുതേണ്ടത്, എത്ര കോസ്റ്റ് എത്ര വേണേ ആവാം, എവിടെയൊക്കെയാണ് ഹോട്ടൽസ് ഉള്ളത്, ഈ പോകുന്ന വഴിക്ക് എവിടെയൊക്കെയാണ് പെട്രോൾ പമ്പ്സ് വരുന്നത്, ക്ലൈമറ്റ് എങ്ങനെയാകും ഇപ്പോൾ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിവ് നേടുക, ഒന്നില്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് നോക്കുക, അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. സോ ദാറ്റ് നമുക്കൊരു ഹിൻഡ്രൻസും വരാതിരിക്കുക, നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കൊരു ബുദ്ധിമുട്ടും ഫേസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രിപ്പിന് പോകുമ്പോൾ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും അതിനെക്കുറിച്ച് കൂടുതലായിട്ട്, എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത് എന്നൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അവിടെ നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡെവലപ്പ് ഹൈപ്പോത്തീസിസ്. It is a type of research conducted for a problem that has not been clearly defined. It also helps to classify the concepts, establishing priorities for further research. It is used to finalize the questionnaire of schedule to ensure coverage of all possibilities. ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ഇതേപോലെ ബേസിക് നോളജും ഇൻഫർമേഷനും കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലേറ്റർ ഓൺ ഒരു ഹൈപ്പോത്തീസിസ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ബ്രോഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്ക് അത്രയ്ക്ക് ആവശ്യത്തിലുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് എക്സ്പ്ലോറേറ്ററി റിസർച്ചിലൂടെ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുന്നു, യൂട്യൂബ് ചാനൽസ് നോക്കുന്നു, ഗൂഗിളിൽ ചെയ്ത് നോക്കുന്നു, മാപ്പിൽ നോക്കുന്നു, അതിൽ നമ്മൾ സൂം ചെയ്തിട്ട് പെട്രോൾ പമ്പ്സ് അല്ലെങ്കിൽ ട്രാവൽ ഡെസ്റ്റിനേഷൻസിൽ റെസ്റ്റ് റൂംസ് എവിടെയൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഹൈപ്പോത്തീസിസ്, നമുക്ക് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഉണ്ടാവുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നമുക്ക് തന്നെ ഒരു ബേസിക് ഐഡിയ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റിനെയർ ബേസിസ് ആണ്. അതായത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ റെസ്പോണ്ടൻസിന് കൊടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ആൻസർ കളക്ട് ചെയ്യുന്നത്. അത് ബേസിസ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചോ. ഓക്കെ, ഈ ക്വസ്റ്റിനെയർ സെറ്റ് ചെയ്യുമ്പോൾ, ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണോ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് കറക്റ്റ് തന്നെയാണോ, നമ്മുടെ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആണോ, അതോ ഇനി എന്തെങ്കിലും പുതിയൊരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്യേണ്ടി വരുമോ, വേറെ എന്തെങ്കിലും ഹിൻഡ്രൻസ് നമ്മൾ ഫേസ് ചെയ്യോ എന്നിവയ്ക്കൊരു തീരുമാനം കൊണ്ടുവരുന്നത്. അതേപോലെ ഈ പർട്ടിക്കുലർ റിസർച്ചറിന് ഈ ഒരു ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആണെന്നൊരു കോൺഫിഡൻസ് കൊണ്ടുവരുന്നത് ഈ പറഞ്ഞൊരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്യുമ്പോഴാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു ബേസിക് നോളജ് ലഭിക്കുമ്പോഴാണ് നമുക്കറിയാം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ റെസ്പോണ്ടൻസിന് അതൊരു കറക്റ്റായിട്ട് ആൻസർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് ഇത് ലെങ്തി ആയിട്ട് കൊടുത്താൽ മാത്രമേ റെസ്പോണ്ടൻസിന് അത് അത്രയും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നിവയ്ക്കുള്ള ഒരു അറിവ് നമ്മൾ നേടുന്നത്, എന്നിവയ്ക്കുള്ളൊരു ഇൻഫർമേഷൻ നേടുന്നത് ഈ പറഞ്ഞ എക്സ്പ്ലോറേറ്ററി റിസർച്ചിലൂടെയാണ്. അടുത്ത നമുക്ക് നോക്കാം ഫീച്ചേഴ്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. യൂസസും ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും ഒക്കെ ഏകദേശം സെയിം ടു സെയിം ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ. നമുക്ക് നോക്കാം. It is a preliminary study. The idea is to provide insights into generation of new products and exploration of views. It is flexible and versatile, used to clarify concepts and helps in formulating precise problems or questions. ഇപ്പം നമ്മൾ മെയിൻ റിസർച്ച് അല്ലെങ്കിൽ മെയിൻ റിസർച്ച് ഇൻവെസ്റ്റിഗേഷനിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ ഒരു പ്രിലിമിനറി സ്റ്റഡി അല്ലെങ്കിൽ പ്രീ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡാണ് ഈ പറഞ്ഞ എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അതുപോലെ ഫ്ലെക്സിബിളാണ്, വെർസറ്റൈലാണ്. അതായത് ദർ ഈസ് നോ പർട്ടിക്കുലർ ഫോർമാറ്റ് ടു ബി ഫോളോഡ് ഇൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഈ രീതിയിൽ മാത്രമേ നിങ്ങൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഇല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് കൺവീനിയൻ്റ് ആവുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്നത്, അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ പ്രിലിമിനറി സ്റ്റഡി നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം. വെർസറ്റൈലാണ്, അതായത് ആർക്ക് വേണമെങ്കിലും അഡാപ്റ്റബിൾ ആണ്. അതായത് ആർക്ക് വേണമെങ്കിലും ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് യൂസ് ചെയ്യാം. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആർക്ക് വേണമെങ്കിലും കണ്ടക്ട് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലാരിഫൈ കോൺസെപ്റ്റ്സ് ആൻഡ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് പ്രിസൈസ് പ്രോബ്ലംസ് ഓർ ക്വസ്റ്റ്യൻസ്. ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമ്മളൊരു മാത്തമാറ്റിക്കൽ ടോപ്പിക്കാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ഫോർമുല നമുക്കറിയാം.
അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ക്ലിയർ ആവാൻ, ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അത് കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി അറിവ് നേടുക, കുറച്ചുകൂടി അതിലൊരു ഡെപ്തായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നു അത് റിലേറ്റഡ് ആയിട്ട് അത്രയും ബെറ്റർ ആകും നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ. അതാണ് മാത്തമാറ്റിക്കൽ പറയുന്നത്. അതാണ് നമ്മുടെ എന്തെങ്കിലും കോൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തതായിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച്, പുതിയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ റിസർച്ച് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് ആ കോൺസെപ്റ്റ്സ് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നു. എന്താണ്, എങ്ങനെയാണ്, എപ്പോൾ നടന്നു, എന്തുകൊണ്ട് നടന്നു എന്നിവയ്ക്ക് നമ്മളൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി, കൂടുതൽ ഐഡിയ, കൂടുതൽ ഇന്നോവേറ്റീവ് ഐഡിയാസ് നമുക്ക് ലഭിക്കുന്നു. അതേപോലെ ഫോർമുലേറ്റിംഗ് പ്രിസൈസ് പ്രോബ്ലംസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ക്വസ്റ്റ്യനിയർ നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് റിസർച്ചിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യണോ, നമ്മുടെ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏതെങ്കിലും നമ്മൾ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ടോ എന്നിവയ്ക്കൊക്കെ നമുക്കൊരു ഐഡിയ വേണമെങ്കിൽ ആദ്യം തന്നെ അതിനെക്കുറിച്ചൊരു പ്രിലിമിനറി, ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു പ്രിലിമിനറി സ്റ്റഡി കണ്ടക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് വായിക്കുമ്പോൾ തന്നെ, ആ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. It helps to determine the best research design, data collection method, and selection of a subject topic. These are not usually useful for decision making by themselves, but they can provide significant insight into a given situation. എക്സ്പ്ലോറേറ്ററി റിസർച്ച് അതായത് ഒരു പ്രിലിമിനറി സ്റ്റഡി നിങ്ങൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്ത്, റിസർച്ചിന് വേണ്ടി ചൂസ് ചെയ്ത ടോപ്പിക്ക് കറക്റ്റാണോ, ഈ ക്രിയേറ്റ് ചെയ്ത പ്ലാൻ ഓഫ് ആക്ഷൻ ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഡാറ്റ കളക്ഷൻ മെത്തേഡ് നമ്മൾ ഓൾറെഡി പ്രീസെറ്റ് ചെയ്തു, അത് കറക്റ്റ് തന്നെയാണോ, ഈ ഒരു അനാലിസിസ് മെത്തേഡ് അത് കറക്റ്റ് ആകുമോ, നമുക്കൊരു സൊല്യൂഷനിലോട്ട് എത്താൻ സാധിക്കുമോ എന്നിവയ്ക്കൊക്കെ നമുക്കൊരു ആദ്യം തന്നെ ഒരു കോൺഫിഡൻസും ആദ്യം തന്നെ ഒരു ഉത്തരം പറയാനും സാധിക്കും ഇഫ് വി ഹാവ് ഡൺ ദിസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് മെത്തേഡ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് ബട്ട് ഓൾസോ പ്രൊവൈഡ് സിഗ്നിഫിക്കൻറ്റ് ഇൻസൈറ്റ് ഇൻ ടു എ ഗിവൺ സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു പുതിയൊരു പോളിസി അല്ലെങ്കിൽ റൂള് കൊണ്ടുവരികയാണ് ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിന് വേണ്ടി. അവരൊന്നും കാണാണ്ട് ഓക്കെ എംപ്ലോയീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ മേക്കിംഗ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോളിസി നമുക്ക് ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് അവർ കൊണ്ടുവരുന്നതായിട്ട് മുന്നേ തന്നെ എംപ്ലോയീസിൻ്റെ അടുത്ത് അവർക്ക് എന്താണ് ഉള്ളത്, അവരെന്താണ് ആവശ്യപ്പെടുന്നത്, അവർക്ക് ഏത് രീതിയിലാണ് അതൊരു ഇൻസെൻറ്റീവ് മോട്ടിവേഷൻ കിട്ടുന്നത് എന്നിവ ചോദിച്ച് മനസ്സിലാക്കിയെങ്കിൽ ലേറ്റർ ഓൺ ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് എംപ്ലോയീസ് സ്ട്രൈക്കിനോ ഹർത്താലോ പോകാൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ട് മുന്നേ തന്നെ, ഒരു റൂൾ ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ട് മുന്നേ തന്നെ എംപ്ലോയീസിൻ്റെ അടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടോ, ഇങ്ങനത്തെ ഒരു റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ എന്തൊക്കെയാണ് ഡിമാൻഡ് വരുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക മാക്സിമം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ മാക്സിമം കളക്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ നമുക്ക് എംപ്ലോയീസ് ഈ ഒരു പോളിസി കൊണ്ടുവരുന്ന സ്ട്രൈക്കോ അല്ലെങ്കിൽ ഹർത്താലോ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. കാരണം അവരുടെ കൂടി വ്യൂസ് നമ്മൾ കണക്കിലെടുത്തിട്ടാണ് ഒരു പുതിയ റൂൾ ആൻഡ് പോളിസി കൊണ്ടുവരുന്നത്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കൊണ്ട് നമുക്കൊരു പോളിസി ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് മാത്രമല്ല, പക്ഷേ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ബേസിക് അറിവുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. യൂസസ് തന്നെയാണ് to obtain greater understanding of a concept, to generate new ideas or building theories, to make a precise formulation of a problem. It increases the researcher's familiarity with the research problem. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യൂസസ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നോക്കിക്കഴിഞ്ഞിട്ട് ഫീച്ചേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം സിമിലർ ആണ്. അപ്പോൾ യൂസസ് ആയാലും ഫീച്ചേഴ്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആയാലും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആയാലും ഏകദേശം സിമിലർ ആണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഫീസിബിളാണ്, ഫ്ലെക്സിബിളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫീസിബിൾ ആണല്ലോ, നമുക്ക് ഒരു മെയിൻ റിസർച്ച് കണ്ടക്ട് ചെയ്താണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഒരു ബേസിക് നോളജ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫീസിബിൾ. നമ്മുടെ കോസ്റ്റും നമ്മുടെ ടൈമും സേവ് ചെയ്യാൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച് അല്ലെങ്കിൽ പ്രിലിമിനറി സ്റ്റഡി നമുക്ക് ഹെൽപ്ഫുള്ളാണ്. പൊതുവേ ബാങ്ക് എക്സാമിനേഷൻസിലൊക്കെ ബാങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ എക്സാം കണ്ടക്ടിങ് പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബാങ്ക് എക്സാമിനേഷൻ 3 സ്റ്റേജാണ് വരുന്നത്. അതായത് പ്രിലിമിനറി സ്റ്റേജ്, മെയിൻ എക്സാം, ഇൻ്റർവ്യൂ, ഇങ്ങനെ 3 സ്റ്റേജാണ് വരുന്നത്. ഈ ഒരു പ്രിലിമിനറി സ്റ്റേജിൽ തന്നെ നമ്മളത് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ ലഭിക്കും, ഓക്കെ ഇതേ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഹയർ ലെവലാണ് മെയിൻ ലെവൽ എക്സാമിനേഷനിൽ ചോദിക്കാൻ പോകുന്നത്. നമുക്കതിനെക്കുറിച്ചൊരു നോളജ് ലഭിക്കും ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ കൊണ്ട്.
ഈ ഒരു പ്രിലിമിനറി സ്റ്റഡി കൊണ്ട് നമുക്ക് മെയിൻ ലെവൽ എക്സാമിനേഷനിൽ എന്തൊക്കെയായിരിക്കും ടോപ്പിക്ക്, എത്ര ഡെപ്തായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് നമുക്കൊരു ഐഡിയ ലഭിക്കും. അതേപോലെ ആ ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഈ ഒരു സാധാരണ ബാങ്ക് ജോലി 5,000 വേക്കൻസീസിനാണ് ബാങ്ക് ജോലി വരുന്നതെങ്കിൽ മിനിമം ഒരു 50,000 ആൾക്കാരെങ്കിലും അപ്ലൈ ചെയ്യും. ഈ 50,000 ആൾക്കാരിൽ നിന്ന് ബാങ്കിലോട്ട് ആവശ്യമുള്ള 5,000 പേരെ സെലക്ട് ചെയ്യണം, ചൂസ് ചെയ്യണം, സോർട്ട് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ബാങ്ക് കണ്ടക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ. പ്രിലിമിനറി എക്സാമിനേഷന് ഒരു ബേസിക് സ്കോർ കാർഡ് അവർ വെക്കും. ആ സ്കോർ പാസ്സാവുന്നത്, അതായത് സ്കോർ കടക്കുന്ന ആൾക്കാർ മാത്രമേ മെയിൻ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്ന് അവർ പറയും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ 50,000 പേര് അപ്ലൈ ചെയ്തതിൽ ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ 25,000 അല്ലെങ്കിൽ 20,000 ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് കട്ട് ഔട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള 10,000 അല്ലെങ്കിൽ 15,000 ആൾക്കാരെ മാത്രം നമുക്ക് മെയിൻ എക്സാമിലോട്ട് കടത്തിയാൽ മതി. അപ്പോൾ അത്രയ്ക്കും എളുപ്പവും അത്രയും ഷോർട്ടാകും നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇഫ് വി കണ്ടക്ട് സച്ച് പ്രിലിമിനറി എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രിലിമിനറി സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഓർഗനൈസേഷന് എളുപ്പമാണ്. ലൈക്ക് ദേ ക്യാൻ സേവ് ദ കോസ്റ്റ്, ദേ ക്യാൻ സേവ് ദ ടൈം, ദേ ക്യാൻ സേവ് ദ എഫേർട്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആ ഒരു ഏരിയയിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല. അതേപോലെ ഇൻഡിവിജ്വൽസിനാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ഫ്ലെക്സിബിളാണ്, അഡാപ്റ്റബിളാണ്, വെർസറ്റൈലാണ്. അതായത് ആർക്ക് വേണമെങ്കിലും ഈ ഒരു എക്സ്പ്ലോറേറ്ററി പ്രിലിമിനറി സ്റ്റഡി മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യാം. ദർ ഈസ് നോ പ്രീസെറ്റ് റൂൾസ് സച്ച് മെത്തേഡ്സ് ഈസ് ടു ബി ഫോളോഡ് ഫോർ പ്രിലിമിനറി റിസർച്ച്. അല്ലെങ്കിൽ ഇത്രേ പ്രായം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ ടൈപ്പ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒരു പ്രീസെറ്റ് റൂൾസ് എവിടെയും പറയുന്നില്ല. സോ എനിവൺ ക്യാൻ ഓപ്റ്റ് ഫോർ സച്ച് എക്സ്പ്ലോറേറ്ററി റിസർച്ചസ്. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ടെക്നിക്സ് ആൻഡ് എ സെൻസ് ഓഫ് ഡയറക്ഷൻ ഫോർ ഫ്യൂച്ചർ റിസർച്ച്, മേക്സ് അസ് ഫെമിലിയർ വിത്ത് ദ ബേസിക് ഫാക്ട്സ് ആൻഡ് കൺസേൺസ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം. പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ മാർക്കറ്റിലെ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുന്നു. നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നിവ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നു, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു. കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കുന്നു, കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മുടെ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നു, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. നമ്മളിങ്ങനെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ദർ ആർ ചാൻസസ് ദാറ്റ് അടുത്തൊരു പ്രൊഡക്റ്റ്, വേറൊരു പുതിയ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഐഡിയ കൂടി ഈ ഒരു സ്റ്റഡിയിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ റിസർച്ചിന് ഇറങ്ങിയത് നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനൊരു സ്റ്റഡി നടത്താൻ വേണ്ടിയാണ് നമ്മൾ റിസർച്ചിലോട്ട് ഇറങ്ങിയത്. അങ്ങനെ റിസർച്ചിന് ഇറങ്ങി നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ദർ ആർ ചാൻസസ് ദാറ്റ് അടുത്തൊരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇൻഫർമേഷൻ സഹായിക്കും. പുതിയൊരു ഐഡിയ തരാൻ ഈ ഒരു ഇൻഫർമേഷൻ കളക്ഷൻ സഹായിക്കാം, പുതിയൊരു ഇൻസൈറ്റ് തരാൻ വേണ്ടി. Exploratory research, it helps in generation of new ideas, new concepts, helps in providing clarity to already developed concepts. ഒരു പുതിയ തിയറി ബിൽഡ് ചെയ്യാൻ ഈ പറഞ്ഞ എക്സ്പ്ലോറേറ്ററി റിസർച്ച് സഹായിക്കുന്നു. നമുക്കൊരു കറക്റ്റ് ഒരു റിസർച്ച് ഡിസൈൻ, ഒരു ബ്ലൂ പ്രിൻ്റ് ഓഫ് ദ സ്റ്റഡി, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി റിസർച്ചിന് ചൂസ് ചെയ്ത ടോപ്പിക്ക് കറക്റ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ എക്സ്പ്ലോറേറ്ററി റിസർച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിലിമിനറി സ്റ്റഡി നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചും അതേപോലെ അവരുടെ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ്, യൂസേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ ഞാൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ എക്സ്പ്ലോറേറ്ററി റിസർച്ചോട് മിക്സപ്പ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. താങ്ക് യു ഓൾ.